സമ്പത്തും സൗന്ദര്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത്. ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സ്ത്രീകളും അവർ അന്തസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. അവർ വലിയ വേഷം കെട്ടി വലിയ വേഷപ്പകർച്ചയിൽ വരുന്നില്ല. അവർക്ക് താരപ്രഭയില്ല, അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അവർക്കാർക്കും മാനമില്ല എന്ന് ഈ സർക്കാർ കരുതരുത്. കാരണം 18-ാം തീയതിയാണ് കൂത്താട്ടുകുളത്തെ ഈ അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്നത്. 15-ാം തീയതി കൂത്താട്ടുകുളത്ത് മുട്ടിക്കിടക്കുന്ന പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന വിജി പ്രഭാകരൻ എന്ന സ്ത്രീയെ ഇതേപോലെ സാരി ഉടുത്ത് കൗൺസിൽ ഹാളിൽ വന്ന സാധാരണക്കാരിയായ സ്ത്രീയെ CPM മറുകണ്ഠം കൊണ്ടുപോയി ചാടിച്ച് അവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി CPM അവർ വോട്ട് ചെയ്ത് അവരെ വൈസ് പ്രസിഡന്റ് ആക്കി. അതായത് 3 ദിവസം മുമ്പ്. എന്നിട്ട് 3-ാമത്തെ ദിവസം നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരുപക്ഷെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ്, ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ അവർ രാജിവെച്ചപ്പോൾ എത്ര ലജ്ജയില്ലാത്ത വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം നാട് നീളെ നടന്ന് പ്രസംഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർക്കാർ തന്നെ വലിയ പ്രചണ്ഡമായ പ്രചരണം നൽകി സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി അവർ ചെയ്തതാണ് നമ്മുടെ ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കേസ്. ഹണി റോസിന്റെ പരാതി കിട്ടി സർക്കാർ എത്ര പേർക്കെതിരെ കേസെടുത്ത് എന്തൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയി. ഞാൻ ഈ കലാരാജുവിന്റെ സംഭവം കഴിഞ്ഞ് ഈ കൗൺസിലറെ കാണുമ്പോൾ അവർ ഏറ്റവും വേദനയോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം, അവരെന്റെ നെഞ്ചത്ത് മാറി മാറി മർദ്ദിച്ചു, എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു, എന്റെ ചെവിയിലെ കമ്മലുകൾ വലിച്ചൂരിയെടുത്തു, എന്നെ പുറത്തും ഇടുപ്പിലുമായി അവർ ചവിട്ടുകയും മർദ്ദിക്കുകയും വലിച്ചിഴക്കുകയും കാറിലേക്ക് എടുത്തിടുകയും ചെയ്തു. അപ്പോൾ എന്നെ തെറി അഭിഷേകം നടത്തി ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ എന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ഞാൻ തകർന്നു പോയില്ല. പക്ഷേ എൻ്റെ മകന്റെ പ്രായമുള്ള ഒരു DYFIക്കാരൻ എൻ്റെ സാരി വലിച്ചൂരിയപ്പോൾ എൻ്റെ മാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് പിന്നെ എനിക്ക് എൻ്റെ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഞാൻ എല്ലാം മറന്ന് എൻ്റെ മാനം രക്ഷിക്കാൻ ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന അതേ വാർഡിൽ വെച്ച് പൊതുജന മധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ എൻ്റെ വസ്ത്രം വലിച്ചൂരിയപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സാരി പൊത്തിപ്പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു.